ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ആനിമൽ കിങ്ഡത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈലം കോർഡേറ്റ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഫൈലം കോർഡേറ്റയെ നമ്മൾ ഡിവൈഡ് ചെയ്തത് യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ എന്നായിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതിൽ വെർട്ടിബ്രേറ്റയാണ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരുന്നു, ഏനാത്ത ആൻഡ് നാത്തോസ്റ്റൊമേറ്റ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏനാത്തയിൽ വരുന്ന ഒരു ക്ലാസ് ആയിരുന്നു സൈക്ലോസ്റ്റൊമേറ്റ പഠിച്ചത്, അല്ലേ? സൈക്ലോസ്റ്റൊമേറ്റയും പഠിച്ചു. അതുപോലെ നാത്തോസ്റ്റൊമേറ്റ എന്നുള്ളതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരുന്നു, പൈസസ് ആൻഡ് ടെട്രാപോഡ്സ്. അതിൽ പൈസസ് എന്ന് പറഞ്ഞാൽ ഫിഷസിനെ നമ്മൾ രണ്ട് ക്ലാസ്സായിട്ട് തിരിച്ചിരുന്നു. അതായിരുന്നു ഏതൊക്കെ? കോൺട്രിക്തസ് അല്ലെങ്കിൽ കാർട്ടിലേജ് ഫിഷ് ആൻഡ് ഓസ്റ്റിക്തസ് ഓർ ബോണി ഫിഷസ്. അങ്ങനെ രണ്ട് ക്ലാസ്സുകളായിട്ട് പൈസസിനെ തിരിച്ചിരുന്നു. ടെട്രാപോഡ്സിനെ നമ്മൾ നാല് ക്ലാസ്സുകളായിട്ട് തിരിച്ചിരുന്നു, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. അപ്പോൾ അതിൽ നമ്മൾ സൈക്ലോസ്റ്റൊമേറ്റയും കോൺട്രിക്തസും കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പൈസസിൻ്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ ക്ലാസ്സായ ഓസ്റ്റിക്തസ് അല്ലെങ്കിൽ ബോണി ഫിഷസും പിന്നെ ടെട്രാപോഡയിൽ വരുന്ന ആംഫീബിയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്ലാസ്സായ ക്ലാസ് ഓസ്റ്റിക്തസ് എന്താണെന്ന് നോക്കാം. ക്ലാസ് ഓസ്റ്റിക്തസ് എന്ന് പറയുന്നത് ബോണി ഫിഷസ് ആണ്. അത് കൂടുതലും നമ്മൾ ബോൺസ് ആണ് അവരുടെ എൻഡോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ ഓസ്റ്റിക്തസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് വിത്ത് ബോണി എൻഡോസ്കെൽറ്റൻ. അവരുടെ സ്കെൽറ്റന് എങ്ങനെയായിരിക്കും? ബോണായിരിക്കും. അതിൻ്റെ സ്കെൽറ്റൻ നിർമ്മിച്ചിരിക്കുന്നത് ബോൺസ് കൊണ്ടാണ്. അപ്പോൾ ബോണി എൻഡോസ്കെൽറ്റൻ ഉള്ള ജീവികളാണ് ഓസ്റ്റിക്തസ് എന്ന് പറയുന്നത്. ഈ സ്പെല്ലിങ് നിങ്ങൾ പഠിച്ചിരുന്നോണം. ഓസ്റ്റിക്തസ് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഈ സൈലൻ്റ് ആണ്, ഓസ്റ്റിക്തസ് എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ സ്കെൽറ്റൻ ബോണാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇത് ഫിഷസ് ആണല്ലോ. നമ്മൾ കാർട്ടിലേജ് ഫിഷസ് അല്ലെങ്കിൽ കോൺട്രിക്തസും പറഞ്ഞിരുന്നു ദെയർ ബോഡി ഈസ് സ്ട്രീം ലൈൻഡ് മീൻസ് രണ്ടറ്റവും പോയിൻറ്റഡ് ആയിട്ടുള്ള അതുകൊണ്ടാണ് അതിനെ സ്ട്രീം ലൈൻഡ് അല്ലെ ബോട്ട് ഷേപ്ഡ് ബോഡി, അല്ലേ? ബോട്ട് പോലെയോ അല്ലെ ഒരു പ്ലെയിൻ്റെ ഷേപ്പോ ഒക്കെ വരുന്നത് സ്ട്രീം ലൈൻഡ് എന്നാണ് അതിന് ആ ഷേപ്പിന് പറയുന്നത്. രണ്ടറ്റവും കൂർത്തതായിട്ടിരിക്കുന്ന ഷേപ്പിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറയുന്നത്. ആൻഡ് മൗത്ത് ഈസ് മോസ്റ്റ്ലി ടെർമിനൽ. മൗത്ത് എവിടെയാണ് കാണുന്നത്? ഇതിൻ്റെ ഈ ടെർമിനൽ റീജൻ അറ്റത്താണ്, ഫ്രണ്ടിൽ അറ്റത്താണ് ഇത് ഈ മൗത്ത് കാണുന്നത്. അപ്പോൾ ദെയർ ബോഡി ഈസ് സ്ട്രീം ലൈൻഡ്, മൗത്ത് ഈസ് ടെർമിനൽ. അടുത്ത ഫീച്ചേഴ്സ്, ദേ ഹാവ് 4 pairs ഓഫ് ഗിൽസ്. അവർക്ക് 4 ജോഡി ഗിൽസ് ഉണ്ട്. നമ്മൾ ഇവിടെ അവരുടെ വായുടെ ഭാഗത്തായിട്ട് നോക്കിയാൽ പുറമേ നമുക്ക് ഗിൽസ് കാണാൻ കഴിയത്തില്ല. ദി ഗിൽസ് ആർ കവേർഡ് ബൈ ഒപ്പർക്കുലം ഓൺ ഈച്ച് സൈഡ്സ്, അല്ലേ? നമുക്ക് ഫിഷസിനെ എടുത്താൽ അവർക്ക് ഈ ഗിൽസിനെ മൂടിക്കൊണ്ട് ഒരു കവറിങ് ഉണ്ട്, അല്ലേ? ദിസ് കവറിങ്, ഈ കവറിങ് നമ്മൾ പൊക്കി നോക്കിയാൽ മാത്രമേ അവിടെ ഗിൽസ് ഇരിക്കുന്നത് കാണാൻ കഴിയൂ. അപ്പോൾ ഈ ഓസ്റ്റിക്തസിന് എത്ര പെയേഴ്സ് ഓഫ് ഗിൽസ് ഉണ്ട്? 4 pairs. എന്തുകൊണ്ടാണ് പെയേഴ്സ് എന്ന് പറയുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലും 4 ഉണ്ട്, അപ്പുറത്തെ സൈഡിലും 4 ഉണ്ട്, അല്ലേ? അതുകൊണ്ടാണ് 4 pairs ഓഫ് ഗിൽസ് ഉണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് അതിനെ കവർ ചെയ്തുകൊണ്ട് ഒപ്പർക്കുലവും ഉണ്ട്. അതാണ് മറ്റൊരു ഫീച്ചർ. പിന്നെ സ്കിൻ ഈസ് കവേർഡ് വിത്ത് സൈക്ലോയിഡ് ഓർ ടീനോഡ് സ്കെയിൽസ്. നമുക്ക് ഈ തരം ഫിഷസിനെ എല്ലാം നോക്കിയാൽ നമുക്കറിയാം, ഒട്ടുമിക്ക ഫിഷസിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവർക്കെല്ലാം ഇങ്ങനെ സൈക്ലിക് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഇങ്ങനെ സർക്കുലർ ഷേപ്പാണ് അവരുടെ ഗിൽസ്, അല്ലേ? അപ്പോൾ ആ ഗിൽസിന് പറയുന്ന പേരാണ് സൈക്ലോയിഡ് സ്കെയിൽസ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ടീനോഡ് സ്കെയിൽസ്. ഇതിൻ്റെ എൻലാർജ്ഡ് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്, സൈക്ലോയിഡ് ഓർ ടീനോഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കെയിൽസിൻ്റെ പ്രത്യേകത ഓർത്തിരിക്കുക, ഈ സ്കെയിൽസിൻ്റെ പേര് ഓർത്തിരിക്കുക. നമ്മൾ കാർട്ടിലേജ് ഫിഷസിൽ എന്ന് പറഞ്ഞത് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്, ഇവിടെ സൈക്ലോയിഡ് സ്കെയിൽസ് ആണ്. ഈ രണ്ട് സ്കെയിൽസിൻ്റെ പേരും ഓർത്തിരിക്കണം. അപ്പോൾ ബോണി ഫിഷസിൽ സൈക്ലോയിഡ് സ്കെയിൽസ് ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എയർ ബ്ലാഡർ ഇസ് പ്രസൻറ്റ് വിച്ച് റെഗുലേറ്റ് ബോയൻസി. എന്താണ് എയർ ബ്ലാഡർ? എയർ ബ്ലാഡർ എന്ന് പറയുന്നത് ഇവരുടെ ബോഡിക്കുള്ളിലായിട്ട്
ഒരു വായു അറയുള്ളതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കാർട്ടിലേജ് ഫിഷിൽ അത് ഇല്ല എന്നായിരുന്നു പറഞ്ഞ്. ഇവിടെ അങ്ങനെയല്ല. ഓസ്റ്റിക്തസിൻ്റെ അകത്ത് കാർട്ടിലേജ് ഫിഷിൽ ബോണി ഫിഷസിൽ എന്തുണ്ട്? എയർ ബ്ലാഡർ ഉണ്ട്. ഇതാണ് എയർ ബ്ലാഡർ. ഈ ബ്ലൂ ലൈൻ കാണിച്ചിരിക്കുന്ന ഒരു വായു അറ ഇതിനുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇറ്റ് റെഗുലേറ്റ്സ് ബോയൻസി, അതായത് വെള്ളത്തിൽ സിങ്ക് ചെയ്ത് പോവാതിരിക്കാൻ, അതായത് മുങ്ങി താണ് അടിത്തട്ടിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അല്പനേരം ഒന്ന് നിന്ന് കഴിഞ്ഞാലും അവർ താണ് പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എയർ ബ്ലാഡറാണ് ഇവർക്ക് ഉള്ളത്. അങ്ങനെയുള്ള ഒരു സഞ്ചി, എയർ നിറഞ്ഞിരിക്കുന്ന ഒരു സഞ്ചി ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ് വിച്ച് റെഗുലേറ്റ് ദ ബോയൻസി. ബോയൻസി മീൻസ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുക എന്ന്. മേളിൽ ഉപരിതലത്തിൽ നിന്നല്ല ഉദ്ദേശിക്കുന്നത്, വെള്ളത്തിൽ താണ് പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അവയവമാണ് എയർ ബ്ലാഡർ. അത് ബോണി ഫിഷസ് അല്ലെങ്കിൽ ഓസ്റ്റിക്തസിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ ഹാർട്ട് ഈസ് 2 ചേമ്പേർഡ്. അത് നമ്മൾ കാർട്ടിലേജ് ഫിഷിലും പറഞ്ഞിരുന്നു. ഹാർട്ട് 2 ചേമ്പേഴ്സ് ആണ്. ഒരു ഏട്രിയമോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓറിക്കിളും ഉണ്ട്, ഒരു വെൻട്രിക്കിളും ആണ് ഉള്ളത്. ഹാർട്ട് ഈസ് 2 ചേമ്പേർഡ്. പിന്നെ ദേ ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. ഇവർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ദേ ആർ കോൾഡ് പോയിക്കിലോതേംസ്. പോയിക്കിലോതേംസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ടെമ്പറേച്ചർ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ് അല്ലേ. എവിടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിനനുസരിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുന്ന ജീവികളെയാണ് നമ്മൾ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് അല്ലെങ്കിൽ പോയിക്കിലോതേംസ് എന്ന് പറയുന്നത്. സെക്സസ് ആർ സെപ്പറേറ്റ്. നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിലിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയും. ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി എക്സ്റ്റേണൽ. നമുക്കറിയാം ഇവരുടെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. അതായത് ഇവരുടെ എഗ്ഗും സ്പേമും ഒക്കെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവർ എന്തുണ്ടാവുന്നത്, ഫെർട്ടിലൈസേഷൻ നടത്തുകയും അങ്ങനെ ദേ ആർ മോസ്റ്റ്ലി ഓവിപാരസ്. ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ് ആണ് അല്ലേ, എഗ് ലേയിങ് ആയിട്ടുള്ള ജീവികളാണ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ്. അവർ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റും ആണ്. അപ്പോൾ ദേ ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. സെക്സസ് ആർ സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി എക്സ്റ്റേണൽ. കൂടുതലും എക്സ്റ്റേണൽ ആണ്. ദേ ആർ മോസ്റ്റ്ലി, മിക്കവാറും ഉള്ളവരെല്ലാം തന്നെ ഓവിപാരസ് ആണ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് നോ ലാർവൽ സ്റ്റേജസ്. ഇനി ഈ ക്ലാസ്സിൻ്റെ അത് വരുന്ന ഫിഷസിനെ കുറിച്ചാണ്. കുറേ എക്സാമ്പിൾസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പേരുകൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്ക് കുറേ ഫിഷസിൻ്റെ പേര് തന്നിട്ട് അവർ കാർട്ടിലേജ് ഫിഷാണ് അല്ലെങ്കിൽ കോൺട്രക്ടസ് ആണോ അല്ലെങ്കിൽ ബോണി ഫിഷ് അല്ലെങ്കിൽ ഓസ്റ്റിക്തസ് ആണോ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ പേരുകളൊന്ന് ഫെമിലിയർ ആയിട്ട് വെച്ചിരിക്കണം. നമ്മളോട് 2 ഫിഷസ് എഴുതാനും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ അതിൽ കൂടുതലും ചോദിക്കുന്നത് കുറേ ഫിഷസിൻ്റെ പേര് തന്നിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓസ്റ്റിക്തസിലുള്ള മറൈൻ ഫിഷസ് ആണ്. കടലിലുള്ള ഫിഷുകൾക്ക് ഉദാഹരണമാണ് എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ് എന്ന് പറയും. ഇതിങ്ങനെ പറക്കുന്ന ഒരു ഫിഷാണ്. അതുപോലെ ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ സീ ഹോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, കടൽ കുതിര എന്ന് പറയുന്ന ജീവി. ഇത് ആക്ച്വലി എന്താണ്, ഓസ്റ്റിക്തസിൻ്റെ അകത്ത് വരുന്ന ഫിഷസ് ആണ്. അതായത് ബോണി ഫിഷിൻ്റെ അകത്ത് വരുന്നതാണ് കടൽ കുതിര. കണ്ട ഫിഷിനെ പോലെ ഒന്നും അല്ല ഇരിക്കുന്നത് എന്നാൽ അതുകൊണ്ട് നമ്മൾക്കൊരു സംശയം തോന്നും. അതുകൊണ്ട് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, സീ ഹോഴ്സ് ഒരു ഓസ്റ്റിക്തസ് ആണ് അല്ലെങ്കിൽ ബോണി ഫിഷ് ആണ് എന്നുള്ളത്. ഇനി ഹിപ്പോ ക്യാമ്പസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അവരുടെ റീപ്രൊഡക്ഷന് ഇച്ചിരി പ്രത്യേകതയുള്ളതാണ്. അതായത് ഫീമെയിൽസ് മെയിൽസിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഒരു ബ്രൂഡ് പൗച്ച് ഉണ്ട്. അതിൻ്റെ അകത്താണ് മുട്ടയിടുന്നത്. ആ മുട്ട വിരിയുന്നത് ആരുടെ ബോഡിയിൽ ഇരുന്നാണ്? മെയിൽ സീ ഹോഴ്സിൻ്റെ ശരീരത്തിനുള്ളിൽ ഇരുന്നാണ് വിരിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ അവർ പേരൻ്റൽ കെയർ കാണിക്കുന്ന ഒരു ഫിഷ് കൂടിയാണ് ഈ സീ ഹോഴ്സ് എന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു ഇതും കൂടെ കപ്പാസിറ്റിയും കൂടെ അവർക്ക് ഉണ്ടെന്നുള്ളതും കൂടെ ഈ ഹിപ്പോകാമ്പസിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മറ്റേ ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ് ഈ കാണുന്ന ഫിഷസുകൾ. നമ്മൾ പലതിനെയും കണ്ടിട്ടുണ്ട്. ലേബിയോ അല്ലെങ്കിൽ രോഹു എന്ന് പറയുന്ന, നമ്മൾ കൂടുതലും വളർത്തു മീനുകളാണ് ഇതൊക്കെ. നമ്മൾ സാധാരണ കൃഷി ചെയ്യുമ്പോൾ ഒക്കെ വളർത്തുന്ന മീനുകളാണ് ഈ രോഹു, കട്ട്ല എന്നൊക്കെ പറയുന്ന ഫിഷുകൾ. ലേബിയോ എന്നാണ് രോഹുവിൻ്റെ പേര്. പിന്നെ കട്ട്ല എന്ന് പറയുന്ന ഫിഷാണ് ഈ കാണുന്നത്. പിന്നെ മറ്റൊരെണ്ണമാണ് ക്ലാരിയാസ് എന്ന് പറയുന്ന മറ്റൊരു ഫിഷ്. ക്ലാരിയാസ്, മുഷി എന്നൊക്കെ പറയുന്ന ഒരു ഫിഷാണ് അല്ലേ. ഇതിനിങ്ങനെ ഈ എന്തിൻ്റെ കൂട്ടിരിക്കും, പൂച്ചയുടെയൊക്കെ ആൻറ്റിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ക്ലാരിയാസ് എന്ന് പറയുന്ന ഫിഷാണ്.
അപ്പോൾ 1-2 പേര് ഓർക്കുക. ലേബിയോ, കട്ട്ല, ക്ലാരിയാസ്. ഇനി അക്വേറിയത്തിൽ വളർത്തുന്ന തരം ഫിഷുകളാണ് ബിറ്റ എന്ന് പറയുന്ന ഫിഷ്. അതായത് ഫൈറ്റിംഗ് ഫിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ചില അക്വേറിയങ്ങളിലൊക്കെ കാണുന്ന ഫിഷസ് ആണ്. പിന്നെ അതുപോലെ ടീറോഫൈലം എന്ന് പറയുന്ന ഏഞ്ചൽ ഫിഷുകളാണിത്. നല്ല ഭംഗിയുള്ള ഫിഷുകൾ നമുക്ക് അക്വേറിയത്തിലൊക്കെ കാണാം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഫൈറ്റിംഗ് ഫിഷ്, ഏഞ്ചൽ ഫിഷസ് പോലുള്ള ഫിഷുകൾ. ഇത്രയാണ് ഈ ഓസ്റ്റിക്തസിൻ്റെ പ്രത്യേകത. ഇനി ഒന്നുകൂടെ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ക്ലാസ് ഓസ്റ്റിക്തസിൻ്റെ പ്രത്യേകത: ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് with a bony endoskeleton. Their body is streamlined. Mouth is mostly terminal. They have 4 pairs of gills which are covered by operculum on each side. Skin is covered with cycloid or ctenoid scales. Air bladder is present which regulate buoyancy. Heart is 2-chambered, that is 1 auricle and 1 ventricle. They are cold-blooded animals, അല്ലെങ്കിൽ poikilotherms. Sexes are separate. Fertilization is usually external. They are mostly oviparous and development is direct. Direct means without larval stage എന്നാണ്. അപ്പോൾ ഓസ്റ്റിക്തസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഓസ്റ്റിക്തസിന് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കോൺട്രിക്തസും ഓസ്റ്റിക്തസും തമ്മിലുള്ള കമ്പാരിസൺ എഴുതാൻ ചോദിക്കും. കമ്പാരിസൺ ബിറ്റ്വീൻ കോൺട്രിക്തസ് ആൻഡ് ഓസ്റ്റിക്തസ്. അപ്പോൾ ചിലപ്പം പരീക്ഷയ്ക്ക് ഈ കോൺട്രിക്തസ് എന്നും ഓസ്റ്റിക്തസ് എന്നും പോലും പേരും തരാതെ ഈ 2 ഫിഷസിൻ്റെ പടം തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഐഡൻറ്റിഫൈ ദ ഫിഷസ് എന്ന് ചോദിക്കും. ആൻഡ് റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് ദീസ് 2 ഫിഷസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഫിഷിനെ ശ്രദ്ധിച്ചോണം, നമ്മൾ ഏത് ടൈപ്പ് ഫിഷാണ് എന്നുള്ളത് ഓർത്തോണം അല്ലേ. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഒന്നുകൂടെ ഒന്ന് നോക്കുക. അതിൻ്റെ എൻഡോസ്കെൽറ്റൻ്റെ പ്രത്യേകത അനുസരിച്ച് കാർട്ടിലേജ് ഫിഷ് അല്ലെ കോൺട്രിക്തസിന് കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ ആണ് ഉള്ളത്. അതേസമയം ഈ ഓസ്റ്റിക്തസിന് ബോണി എൻഡോസ്കെൽറ്റൻ ആണ് ഉള്ളത്. പിന്നെ അതിൻ്റെ മൗത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലേ. ഷാർക്ക് പോലുള്ള ജീവികളുടെയൊക്കെ മൗത്ത് വെൻട്രലാണ്, അടിയിലാണ് കാണുന്നത്. അതേസമയം ഓസ്റ്റിക്തസിൻ്റേത് ടെർമിനലാണ്. പിന്നെ അവരുടെ സ്കെയിലിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്കെയിൽസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഇതിൻ്റെ കോൺട്രിക്തസിൻ്റെ സ്കെയിൽസിൻ്റെ പേരാണ് പ്ലാക്കോയിഡ് സ്കെയിൽസ്. അതേസമയം ഓസ്റ്റിക്തസിൻ്റെ സ്കെയിൽസിൻ്റെ പേരാണ് സൈക്ലോയിഡ് സ്കെയിൽസ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് എന്ന് പറയും. പിന്നെ എയർ ബ്ലാഡറിൻ്റെ പ്രത്യേകത, എയർ ബ്ലാഡർ നമ്മൾ പറഞ്ഞിരുന്നു കോൺട്രിക്തസിൻ്റെ അകത്ത് ആബ്സെൻ്റ് ആണ് എയർ ബ്ലാഡർ. അതേസമയം ഓസ്റ്റിക്തസിൻ്റെ അകത്താണ് എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ്. ഇവിടെ നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കോൺട്രിക്തസിൽ എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് ഈ ഫിഷസ് എപ്പോഴും കണ്ടിന്യൂസ് സ്വിമ്മിങ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അതൊരു പ്രത്യേകതയാണ്. അതായത് എന്തുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ് സ്വിം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ടാണ്. എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് സിങ്ക് ചെയ്ത് പോകും, മുങ്ങിപ്പോവും, അടിത്തട്ടിലേക്ക് പോകും. അതുകൊണ്ടാണ് അവരെപ്പോഴും ഫാസ്റ്റ് സ്വിമ്മേഴ്സായിട്ട് ഇരിക്കുന്നത്. അതേസമയം ഈ ഫിഷസ് അങ്ങനെയല്ല. ബോണി ഫിഷസുകൾ സാധാരണ വെള്ളത്തിൽ ഇങ്ങനെ അനങ്ങാതെ കുറേ നേരം നിന്നാലും മുങ്ങി താഴേക്ക് പോകത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഒപ്പർക്കുലം, ഇവർക്ക് ഒപ്പർക്കുലം ഇല്ല. നമുക്ക് ഗിൽസ് ഇങ്ങനെ പുറമേ കാണാം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അവർക്ക് ഒപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഒപ്പർക്കുലം നോക്കി അതിൻ്റെ അടിയിലായിട്ടാണ്, ഒപ്പർക്കുലം ഉണ്ട് താനും അതിൻ്റെ ഉള്ളിലായിട്ടാണ് 4 pairs ഓഫ് ഗിൽസ്. ഇവിടെ വേറെയും ഡിഫറൻസ് നമ്മൾ ഒത്തിരി പറഞ്ഞിരുന്നു. ഇവർക്ക് 5 to 7 pairs ഓഫ് ഗിൽസ് ഉണ്ട്. ഇവരുടെ ടെയിൽ ഈ അൺഈക്വൽ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ ആണെങ്കിൽ ഈക്വൽ ടെയിൽ ഫിൻ ആണ്, കോഡൽ ഫിൻ എന്നാണ് പറയുന്നത്. ടെയിൽ ഫിൻ അല്ലെങ്കിൽ കോഡൽ, CAUDAL, കോഡൽ ഫിൻ. കോഡൽ ഫിൻ അൺഈക്വൽ ആണ് ഇവിടെ, അവിടെ ഈക്വൽ. അപ്പോൾ ഈ ഒരു 4-5 ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. ഇത് മാത്രം നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക, ഈ കമ്പാരിസൺ ബിറ്റ്വീൻ കോൺട്രിക്തസ് ആൻഡ് ഓസ്റ്റിക്തസ്. അപ്പോൾ 2 ടൈപ്പ് ഫിഷസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കോൺട്രിക്തസും ഓസ്റ്റിക്തസ്. ഇനി നമ്മൾ ടെട്രാപോഡയിലേക്ക് പോവുകയാണ്. ടെട്രാപോഡയിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 4 limbs ഉള്ള ജീവികളാണ്. ടെട്രാ മീൻസ് 4 ഇല്ലേ, 4 കാലുകൾ. പോഡ മീൻസ് ലെഗ്സ് എന്നർത്ഥം. 4 കാലുകളുള്ള ജീവികൾ. 4 കാലുകളുള്ള ജീവികളെ നമ്മൾ 4 ക്ലാസ്സായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ക്ലാസ് ആംഫീബിയ, ക്ലാസ് റെപ്റ്റീലിയ, ക്ലാസ് ഏവ്സ് ആൻഡ് ക്ലാസ് മാമൽസ്. അതിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ് ആംഫീബിയ. പേരിൽ തന്നെ നമുക്കറിയാം അല്ലേ, ആംഫീബിയൻസ് ആണ് ഇവരെല്ലാം ആംഫീബിയൻസ്. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ
ദേ ക്യാൻ ലീവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്ന ക്ലാസ്സാണ് ആംഫീബിയ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ആംഫീബിയ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓർക്കുന്ന അനിമൽസ് ആണ് തവളകൾ, ഇല്ലേ? പലതരം തവളകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ദറ്റ് ഈസ് ആംഫി എന്ന് പറഞ്ഞാൽ ഡുവൽ, ബയോ മീൻസ് ലൈഫ്, ഡുവൽ ലൈഫ് എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിവുള്ളവരെന്നാണ്. ആംഫീബിയൻസ് ക്യാൻ ലീവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. അക്വാട്ടിക് വെള്ളത്തിലും ജീവിക്കാം, അതുപോലെ കരയിലും ജീവിക്കാൻ പറ്റുന്നവരാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 pairs ഓഫ് ലിംബ്സ്. 2 ജോഡി ലിംബുകളുണ്ട്, അല്ലേ? മുൻകാലുകളും ഉണ്ട്, പുറയിലത്തെ കാലും ഉണ്ട്. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക്. ഇവരുടെ ശരീരം 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഹെഡ് എന്നും ഉടലെന്നും പറയും, ട്രങ്ക് എന്ന് പറയും. ഇവർക്ക് നെക്ക് ഇല്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്, അല്ലേ? കഴുത്തില്ല. നമുക്കൊക്കെ ആണെങ്കിൽ കഴുത്ത്, തല കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്ന ഭാഗത്ത് ഒരു കഴുത്ത് കാണും. ഇവർക്ക് അങ്ങനെ കഴുത്തില്ല, നേരെ തലയിൽ നിന്ന് ഉടലിലേക്ക് അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് ദർ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക് എന്ന് പറയുന്നത്. ടെയിൽ മേ ബി പ്രസൻറ്റ് ഇൻ സം. ചില ആൾക്കാരിൽ ടെയിലുണ്ട്, ചില ആംഫീബിയൻസിന് ടെയിലുണ്ട്. ഇതൊരു ആംഫീബിയനാണ് നമുക്ക് പറയാം. ആ ആംഫീബിയന് സലമാൻഡർ എന്ന് പറയുന്ന ഒരു ആംഫീബിയനാണ്. അതിന് വാലുണ്ട്. അതേസമയം പിന്നെ നമ്മുടെ ഫ്രോഗുകൾക്കൊന്നും എന്തില്ല, വാലില്ല. പക്ഷേ ഇവരുടെ ലാർവയ്ക്ക് വാലുള്ളതായിട്ട് നിങ്ങൾക്കറിയാം, അല്ലേ? ടാഡ്പോൾ അല്ലെങ്കിൽ വാൽമക്രിക്ക് വാലുണ്ട്. അപ്പോൾ ചില ജീവികൾക്ക് വാലുണ്ട്. ദ ആംഫീബിയൻ സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്, അല്ലേ? ഈ ആംഫീബിയൻസിൻ്റെ സ്കിൻ എപ്പോഴും മോയിസ്റ്റാണ്, എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കും, മോയിസ്റ്റ്. അതുപോലെ ഇവർക്ക് സ്കെയിൽസ് ഇല്ല. നമ്മളിപ്പോൾ ചെതുമ്പലുകൾ എന്നൊന്നും ഇവർക്ക് ഇല്ല, അവരുടെ എപ്പോഴും മോയിസ്റ്റായിട്ട് ഇരിക്കും. ദ ഐസ് ഹാവ് ഐലിഡ്സ്. നമുക്കറിയാം കണ്ണിന് കൺപോളകളുണ്ട്, അല്ലേ? ഇവരിങ്ങനെ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് നമുക്ക് തവളകളെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അവർക്ക് കൺപോളകൾ ഉണ്ട്. പിന്നെ എ ടിംപാനം റെപ്രസെൻറ്റ് ദ ഇയർ. നമ്മുടെ കൂട്ടി ചെവി പുറമേ കാണാനില്ല, കണ്ണിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു തിൻ മെംബ്രെയിൻ ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കുന്ന പോലെ കാണാം. അതാണ് അവരുടെ ചെവി എന്ന് പറയുന്നത്. കേൾക്കാൻ വേണ്ടിയുള്ള അവയവമാണ്. ഈ ഇയർ പുറത്തേക്കില്ല, പക്ഷേ ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം ആണ് ഈ കാണുന്നത്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ alimentary canal and urinary and reproductive tracts open into a common chamber called cloaca, which opens to the exterior. ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് ഇവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ചാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഇവരുടെ ഹാർട്ട്, ഇത് ലങ്സ്, ഇത് ലിവറാണ്, ഈ ബ്രൗൺ കളർ ലിവറാണ്, ഇത് ലങ്സ് ആണ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നതാണ് അലിമെൻ്ററി കനാൽ. ഈ സുഫാഗസ് തൊട്ട് സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ ഒക്കെ വരുന്ന ഭാഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് കിഡ്നിയാണ്, ഒരു ജോഡി കിഡ്നിയാണ്, അല്ലേ? ഇത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസൊക്കെ വരും. അപ്പോൾ ഇവിടെ ഇവരുടെ അലിമെൻ്ററി കനാലും ഇത് കിഡ്നിയിൽ നിന്നുള്ള ട്യൂബും എല്ലാം കൂടി വന്ന് തുറക്കുന്ന ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒക്കെ വന്ന് തുറക്കുന്ന ഒരു കോമൺ ചേംബറിലേക്കാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെളിയിലേക്കല്ല ഓപ്പൺ ചെയ്യുന്നത്, ഇവയെല്ലാം കൂടെ ഒന്നിച്ചാണ് തുറക്കുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗന്, യൂറിനറി സിസ്റ്റം, അലിമെൻ്ററി കനാൽ, ഇതെല്ലാം ഓപ്പൺസ് ഇൻ ടു എ കോമൺ ചേംബർ കോൾഡ് ആസ് ക്ലോയേക്ക. ഈ ചേംബറിനെയാണ് ക്ലോയേക്ക എന്ന് പറയുന്നത്. ആ ക്ലോയേക്കയാണ് പിന്നീട് വെളിയിലേക്ക് ഒറ്റ ഓപ്പണിംഗ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ക്ലോയേക്കൽ അപ്പറേച്ചർ എന്ന് പറയും. അത് ക്ലോയേക്കൽ ഓപ്പണിംഗ് വഴിയാണ്. അല്ലാതെ അലിമെൻ്ററി കനാൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റം ഒറ്റയ്ക്കോ അല്ല, ഇതെല്ലാം കൂടി ചേർന്ന ഒരൊറ്റ ഓപ്പണിംഗ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ആ കോമൺ ചേംബർ എന്ന് പറയുന്ന പേരാണ് ക്ലോയേക്ക. അപ്പോൾ ഈ ക്ലോയേക്ക ഉള്ള ജീവി എന്നുള്ളത് ഈ ആംഫീബിയൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്ലോയേക്ക എന്നാണ് ഇനി പറയുന്നത്. ദ കോമൺ ചേംബർ ഫോർ ദ ഓപ്പണിംഗ് ഓഫ് അലിമെൻ്ററി കനാൽ, യൂറിനറി കനാൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. പിന്നെ റെസ്പിറേഷൻ ഈസ് ബൈ ഗിൽസ്, ലങ്സ് ആൻഡ് ത്രൂ സ്കിൻ. നമുക്കറിയാം പിന്നെ ഇവർക്ക് ഗിൽസ് ഉള്ളവരുണ്ട്, ലങ്സ് ഉള്ളവരുണ്ട്, അതുപോലെ സ്കിൻ. ഇപ്പോൾ തവളയുടെ കാര്യം നമുക്കറിയാം. തവളയ്ക്ക് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാം. വെള്ളത്തിൽ ജീവിക്കുമ്പോൾ തവളയ്ക്ക് എന്തില്ല, ഗിൽസ് ഇല്ല. പക്ഷെ പിന്നെ ഇങ്ങനെ അവർ ശ്വസിക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ്, അല്ലേ? സ്കിന്ന് വഴിയാണ് അവർ റെസ്പയർ ചെയ്യുന്നത്, വെള്ളത്തിലിരിക്കും. അതേസമയം കരയിൽ വന്നാൽ അവർക്ക് എന്തുണ്ട്, ലങ്സ് ഉണ്ട്. ഇനി ഈ ഗിൽസ് കാണുന്നത് നമുക്കറിയാം ഇവരുടെയൊക്കെ ലാർവൽ സ്റ്റേജുകൾക്ക്, അല്ലേ? ലാർവ നമുക്കറിയാം വാൽമാക്രി എന്ന് പറഞ്ഞാൽ. അവർക്കാണെങ്കിൽ അല്ലെ ടാഡ്പോളിലൊക്കെ ആണെങ്കിൽ അവർ കണ്ടിന്യൂസ് വെള്ളത്തിലാണ്, അല്ലേ? അവർക്ക് ലങ്സ് ഇല്ല, അതിന് പകരം ഗിൽസ് ആണുള്ളത്. ഗിൽസ് വഴിയാണ് അവർ. അപ്പോൾ ഗിൽസ് ഉണ്ട്,
ലങ്സ് ഉണ്ട്, സ്കിന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. ഈ സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷന് പറയുന്നതാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. സ്കിന്ന് വഴി റെസ്പയർ ചെയ്യുന്ന വേറൊരു ജീവിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എർത്തുവം എന്ന് പറയുന്ന ജീവി അല്ലേ. എർത്തുവമിലും ഫ്രോഗിലും ഒക്കെ സ്കിന്ന് വഴി അവർക്ക് റെസ്പിറേഷൻ നടത്താം. അതാണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. ഗിൽസ് ഉണ്ട്, ലങ്സ് ഉണ്ട്, സ്കിന്നും വഴി റെസ്പയർ ചെയ്യും. ദ ഹാർട്ട് ഈസ് 3 chambered. അവരുടെ ഹൃദയം 3 chambered ആണ്. 3 chambered എന്ന് പറയുമ്പോൾ 2 ഓറിക്കിളും 1 വെൻട്രിക്കിളുമാണ്. അതിൻ്റെ വെൻട്രിക്കിളുമാണ് വരുന്നത്. അപ്പോൾ 2 ഓറിക്കിളും 1 വെൻട്രിക്കിളുമാണ് അവർക്ക് ഉള്ളത്. 3 chambered ഹാർട്ടാണ് ഉള്ളത്. ദ ഹാർട്ട് ഈസ് 3 chambered, 2 auricle and 1 ventricle. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 ഓറിക്കിളും ഉണ്ട്, 1 വെൻട്രിക്കിളും മാത്രമേ ഇവർക്ക് ഉള്ളൂ. ദീസ് ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫിഷസ് പോലെ തന്നെയാണ് ആംഫീബിയൻസും. അവരും പോയിക്കിലോതേംസ് ആണ്. ദറ്റ് ഈസ് ദേ ക്യാനോട്ട് റെഗുലേറ്റ് ദർ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാൻ ഇവർക്ക് കഴിയാറില്ല. അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിന് അനുസൃതമായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കും. അതാണ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് അല്ലെങ്കിൽ പോയിക്കിലോതേംസ് എന്ന് പറയുന്നു. പിന്നെ സെക്സസ് ആർ സെപ്പറേറ്റ്. സെക്സസ് നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗിനെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. അവർ മഴ സീസണിലാണ് മുട്ടയിടുന്നത്. പിന്നെ അതുപോലെ അവർ മുട്ടയിടുന്നവരായതുകൊണ്ടാണ് അതിനെ ഓവി പാരസ് എന്ന് പറയുകയും. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്. നമുക്കറിയാം ഇവർക്ക് ലാർവയുണ്ട് അല്ലേ. ഫ്രോഗ് പോലുള്ള ജീവികൾക്കൊക്കെ ലാർവകളുണ്ട്. അതുകൊണ്ടാണ് ദ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് എന്ന് പറയും. ഇത്രയാണ് അവരുടെ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ. ക്യാരക്ടേഴ്സിൽ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വരാറില്ല പലപ്പോഴും. പലതും ചെറിയ 1 word ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് പറയാം. അതിന് മുമ്പ് കുറേ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഫ്രോഗിൻ്റെ പല തരത്തിലുള്ള ഫ്രോഗുകളുണ്ട് അല്ലേ. ബുഫോ എന്ന് പറയുന്നതാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ടോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ തണുപ്പുള്ള ഏരിയാസിലൊക്കെ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഫ്രോഗാണ് ഈ ടോഡ്. ചൊറിത്തവള നമ്മൾ അറിയപ്പെടുന്നതാണ്. റാണ എന്ന് പറയുന്ന ഫ്രോഗാണ് ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള ഫ്രോഗ് എന്ന് പറയുന്ന റാണ ഫ്രോഗ് എന്ന് പറയുന്നത്. അതായത് ഈ വെള്ളത്തിലുമൊക്കെ കണ്ടങ്ങളിലുമൊക്കെ കാണുന്ന തരം ഫ്രോഗാണ് ഇത്. പിന്നെ ഹൈല എന്ന് പറയുന്നതാണ് ഈ മരത്തിലൊക്കെ ചാടി നടക്കുന്ന ഫ്രോഗാണ് ഹൈല എന്ന് പറയുന്ന ഫ്രോഗ്. ട്രീ ഫ്രോഗ് എന്ന് പറയും. അപ്പോൾ ബുഫോ, റാണ ആൻഡ് ഹൈല ഇതാണ് ഫ്രോഗിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ജീവി. പിന്നെ ചില വാലും ഒക്കെയുള്ള ആംഫീബിയൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് റെപ്റ്റൈൽ ആണോ എന്ന് തോന്നിപ്പോവും. പക്ഷേ ഇതല്ല. നമ്മൾ ഓർത്തിരിക്കണം, ഇത് ആംഫീബിയൻസ് ആണ്. ആംഫീബിയൻസിൻ്റെ അകത്ത് വരുന്ന സലമാൻഡർ എന്ന് പറയുന്ന ജീവിയാണ്. സലമാൻഡർ ഇത് കടലിൽ കാണുന്ന തരം ഒരു ആംഫീബിയനാണ് സലമാൻഡർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു ജീവിയാണ് ഇക്തിയോപ്പസ് എന്ന് പറയുന്നത്. ഇതിനെ കണ്ടാൽ പാമ്പ് പോലെ ഇരിക്കും, പക്ഷെ പാമ്പല്ല. ഇത് ആംഫീബിയനാണ്. അതും ഈ പറഞ്ഞ പോലെ ലിംബ്ലെസ് ആംഫീബിയൻ. കാലില്ല ഇതിന് അല്ലേ. കാലില്ലാത്ത ഒരു ആംഫീബിയൻ. അപ്പോൾ ഈ ഒരു പേര് ഒത്തിരി ലിംബ്ലെസ് ആംഫീബിയൻ ഉദാഹരണം ചോദിച്ചാൽ ഇക്തിയോപ്പസ് എന്ന് പറയും. ഇനി കാലും വാലും ഉള്ള ജീവിയാണ് സലമാൻഡർ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. സലമാൻഡ്ര എന്ന് പറയുന്ന ജീവി. സലമാൻഡർ ഓർ സലമാൻഡ്ര എന്ന് പറയും. ഇത് ലിംബ്ലെസ് ആംഫീബിയൻ അല്ലെങ്കിൽ ഇക്തിയോപ്പസ്. ഇതാണ് 2 എക്സാമ്പിൾസ് ടെയിൽഡ് ആംഫീബിയൻസ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒന്നുകൂടെ ഓടിച്ച് പറയാം. ആംഫീബിയൻസ് ക്യാൻ ലീവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 pairs of limbs. Body is divided into head and trunk. Tail may be present in some. The amphibian skin is moist without scales. The eyes have eyelids. A tympanum represents the ear. ഇത്രയാണ് ആംഫീബിയയെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓസ്റ്റിക്തസും പറഞ്ഞു, ആംഫീബിയയും പറഞ്ഞു. ഇതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം പഠിച്ചിരുന്നോണം. പിന്നെ ഓസ്റ്റിക്തസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഫീബിയയിൽ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അത്രയില്ല. എന്നാലും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം പരീക്ഷയ്ക്ക് വേണ്ടി. ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും.